അങ്ങനെ നമ്മുടെ ശശികലയ്ക്ക് ഒരു ചെറുപ്പക്കാരനായ ആങ്ങളെ ഉണ്ടായിട്ടുണ്ട്. ഈ ആങ്ങളയെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അൻസാരി സൂഹി ഉസ്താദ് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാളി എന്നാണ്. കാളി, അദ്ദേഹത്തിൻ്റെ മീഡിയയുടെ പേര് കാളിയാണ്. അദ്ദേഹം ക്ഷൗരം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. ദേ അതൊന്ന് കേൾക്കാം. ഇവരെ നമ്മൾക്കിടയിൽ വളർത്താൻ പറ്റിയ ആളുകളല്ലോ. ഞാൻ പറയും, ഇവിടുത്തെ മുസൽമാനോടും ഹിന്ദുവിനോടും ക്രൈസ്തവനോടൊക്കെ പറഞ്ഞു നമ്മൾ രാഷ്ട്രീയവും കാര്യങ്ങളും ഇതൊക്കെ സംസാരിക്കാറുണ്ട്. അതിൽ നമുക്ക് ശത്രുതയുണ്ട്, ചില സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വക ബാണങ്ങളെ നമ്മൾ വളർത്തരുത്. നമ്മുടെ ഒരു നാടിൻ്റെ ഐഡന്റിറ്റി നശിപ്പിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ഒരു മതത്തിന്റെ പേരിൽ, ഒരു മതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യന് ഉപകാരമാണല്ലേ, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് മതങ്ങളുള്ളത്. അവന്റെ കാളി മതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നീ എങ്ങനെ അഭിപ്രായം പറയുന്ന? കാളി ഒരു മതം ഉണ്ടാക്കണം, എന്നിട്ട് ആ മതത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയണം. ബാക്കി ഓരോ മതം ഉണ്ടല്ലോ, നീ നേരത്തെ പറഞ്ഞ ക്രിസ്തു മതം, ഇസ്ലാം മതം, പിന്നെ ഹിന്ദു മതം, അതിനൊക്കെ അതിൻ്റേതായ വേദങ്ങളും സൂക്തങ്ങളും പിന്നെ ദൈവവിശ്വാസവും ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. നിനക്കിപ്പോൾ ഒരു ചൂടത്ത് എവിടെയെങ്കിലും പോയി ഈ പറയുന്ന മുടി 100 രൂപയ്ക്ക് വെട്ടിത്തരുന്നവനെ സമ്മതിക്കണം. കാരണം ഇത്രയും ദുർഗന്ധം പിടിച്ച ചിന്തകൾ വെച്ചിരിക്കുന്ന ആ തലച്ചോറിൻ്റെ മുകളിലല്ലയോ ആ പൂട കളിക്കുന്നത്. നമ്മളൊക്കെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ പോച്ച കിളിച്ച് നിന്നാൽ ആരെങ്കിലും കൈകൊണ്ട് പറിക്കാൻ താല്പര്യപ്പെടുമോ? ഒരു ഇച്ചിളിപ്പ് മനസ്സിൽ കാണൂല്ലേ? ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനക്കാരനായ മുടിവെട്ടുകാരനായതുകൊണ്ടാണ് അവനിത് മനസ്സിലാക്കാതെ വലിയ സന്തോഷത്തെ നിൻ്റെ തലയിൽ വെള്ളമൊക്കെ തിരുമ്മിത്തന്ന് നല്ലപോലെ തേച്ചുടച്ച് ഈ പറഞ്ഞ പോലെ നിനക്ക് തന്നെ ഒരു സുഖം കിട്ടിക്കാണും അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനൊരു സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തേണ്ടതിന് പകരം കാളി വേറെ കുറേ കാര്യങ്ങൾ പറയും. മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് മതങ്ങളുള്ളത്. അവന്റെ സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന മതമാണ്. അവന് കുറച്ചു നേരം മനുഷ്യന്മാരോടല്ലാതെ സംസാരിക്കാനും പരാതികൾ പറയാനുള്ളതാണ് മതം എന്ന് പറയുന്നത്. അതൊരിക്കലും മറ്റുള്ളവർക്ക് ശല്യമാകില്ല. 2 ദിവസം മുമ്പാണ് ഞാൻ എറണാകുളത്ത് ഒരു ബാർബർ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ അങ്ങനെ ഒത്തു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥിരകാല ബോധമുള്ള ഒരാളാണെങ്കിലേ ചെയ്യും. അത് ഈ നാട്ടിൽ ഇതുവരെ ചെയ്തിരുന്നില്ല. ഇപ്പോൾ അത് ചെയ്യാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന പോലെ മലയാളികളല്ല കേട്ടോ, ഹിന്ദിക്കാരാണ്. അവരിത് ചെയ്യുന്ന കാരണം എന്താണ്? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാധനം ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരെ ഉപദേശിക്കാത്തോണ്ടല്ലേ? മോനെ കാളി മോനെ, ഇത് പണ്ട് കാലം മുതലേ അവരവരെ നീ പറഞ്ഞില്ലേ സ്വകാര്യമായ താല്പര്യം ആവശ്യമാണ്. അവർ വാടക കൊടുത്ത്, അവർ കടയെടുത്ത്, അവർ കടയ്ക്കകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ അല്ലെങ്കിൽ ഖുർആൻ പാരായണോ അല്ലെങ്കിൽ രാമായണ പാരായണോ ഒക്കെ കേട്ടുകൊണ്ട് അവരവരുടെ ജോലി ചെയ്യും. ഇപ്പം നമ്മൾ രാമായണ മാസം വരുമ്പോൾ എല്ലാ ദിവസവും രാമായണ പാരായണം വെക്കത്തില്ല. എത്രയോ ചായക്കടകളിലും മുറുക്കാൻ കടകളിലും ഒക്കെ അത് വെക്കുന്നു. ഇനി അതെല്ലാം പോട്ടറാ കാളി. ഇവിടെ കാളി, നീ എവിടെങ്കിലും ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നാൽ ഒരു ചായ കുടിക്കുന്നതിന് എന്തെല്ലാം പാട്ടുകൾ അവിടെ നിന്നാൽ കേൾക്കാം. എന്തൊരു ഊർജ്ജമാണ്! ആരുടെയെങ്കിലും വിശ്വാസമോ ഭക്തിഗാനമോ ഒക്കെ ആവട്ടെ, ഈ ഭക്തിഗാനങ്ങളിലെല്ലാം ഒരു വൈബുണ്ട്, ഒരു പോസിറ്റിവിറ്റിയുടെ വൈബ്. അത് ഖുർആൻ പാരായണത്തിലുണ്ട്. അത് അനുഭവിക്കുന്നവർക്കുണ്ട്, അറിയുന്നവർക്കുണ്ട്, കേൾക്കുന്നവർക്കുണ്ട്. അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് ഇയാൾ 150 രൂപയും കൊണ്ട് ചെന്ന് അവിടെ തണുപ്പുണ്ടായിരിക്കും, AC. ആ മുറിയിൽ കയറിയിരുന്ന് ഈ പറഞ്ഞതുപോലെ അഴുക്കിയാലിൻ്റെ മേൽ കിടിച്ച പൂട പോലെ ഈ മനസ്സും വെച്ചുകൊണ്ട് ചെന്നിരുന്നതിന് അത് വെട്ടിത്തരുമ്പം ഇനി ഇയാൾ പറയുന്നത് അവൻ കേൾക്കണം, ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൂടെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതെവിടുത്തെ നാടാ? ഇതെവിടുത്തെ ന്യായമാ? ഞാനൊരു ചായക്കടയിൽ കാപ്പി കുടിക്കാൻ പോകുമ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കയറി കുടിക്കണം. അവൻ ചിലപ്പോൾ അവിടെ ഭക്തിഗാനം ഇട്ടേക്കും, അവിടെ ചിലപ്പോൾ അവൻ്റെ ശ്ലോകങ്ങൾ വായിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലുമുള്ള കാസറ്റുകൾ കൊണ്ടുവന്ന് അവന് ഇഷ്ടപ്പെട്ട സംഗീതം ഇടും. അതിടുമ്പോൾ വേണമെങ്കിൽ ലോഹ്യമായിട്ട് അവൻ്റെ അടുത്ത് പിന്നെ ഇച്ചിരി ശബ്ദം കുറച്ച് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അത് അവൻ്റെ അടുത്ത് എന്തോ ഒരു വിനയത്തോടെ പറയണം, കാരണം അവൻ്റെ കടയാണ്. നമ്മൾ പോയിരുന്ന നമ്മൾ അവനെ കല്യാണത്തിന് കാർഡ് അടിച്ച് ക്ഷണിക്കുന്ന പോലെ ഒന്നും ക്ഷണിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇയാൾ ഇങ്ങനെ തുടങ്ങിയാൽ ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ഇയാൾ പറയുന്ന പരിപാടികൾ ഇടേണ്ടി വരുമല്ലോ. കാളി എവിടെയെങ്കിലും കല്യാണത്തിന് വരുമോ? ഞങ്ങൾ വിളിക്കുന്ന കല്യാണത്തിന് വന്ന് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഖുർആൻ ഓതും നിക്കാഹ് നടക്കുന്ന പോകത്ത്. അപ്പോൾ കാളിക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ കാളി പിറ്റേന്നിറങ്ങി വീഡിയോ ചെയ്യും. എന്തോ ഈ ചെയ്യുന്നത്? ഇത് മനുഷ്യർ കേൾക്കുന്നതല്ലേ, മതമല്ലേ കേൾക്കുന്നത്? എന്തോ കേൾക്കുന്നത്? അതുകൊണ്ട് മോൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കടയിൽ ഇനി പോകണ്ട, ഏതെങ്കിലും ഒരു കടയിൽ പോയി മോൻ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് നല്ലതുപോലെ ആ മുടി മൊത്തം അങ്ങ് വടിച്ചിട്ട് നെല്ലിക്കാത്തളം വെക്ക്, തലയൊന്ന് തണുക്കട്ടെ. ഇതെന്തൊരു സോക്കേടാ! വല്ലവരും കട നടത്തുന്നു, അവനവിടെ ഇഷ്ടമുള്ള സംഗതി വെച്ചേക്കുന്നു. വേണമെങ്കിൽ ഇയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇച്ചിരി നിർത്താൻ പറയാം. അവന് കാശിൻ്റെ ആവശ്യമുള്ളവനാണെങ്കിൽ അവൻ ചിലപ്പോൾ നിർത്തി തന്നിട്ട് ഇയാളുടെ മുടി വെട്ടിത്തരുന്നവരെ നിർത്തി വെക്കും. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും?
ഇയാൾ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ, ഇവിടുത്തെ ഞങ്ങളിത് വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയും. അതാണ് ഇയാൾ പറയുന്നത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു വലിയ ഏതാണ്ട് ഒരു കാര്യം പോലെ പുള്ളി പറയുക. എടാ, ഇവിടെ പലയിടങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ മൈക്ക് വെച്ച് നാട്ടുകാരെ മൊത്തം കൂടെ എന്തെല്ലാം കേൾപ്പിക്കുന്നു. അപ്പോഴാ മുടിവെട്ടുന്ന കടയിലെ പാട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്തിനാ ഇതിന് പോകുന്നത്? ഇതങ്ങ് കൊഴിഞ്ഞു പോകുന്നതിന് വല്ല മരുന്നും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിയടാ. എത്ര രൂപ ലാഭമാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാ? അത് മാത്രമല്ല, ആ മുടിക്കുന്ന നാണക്കേടാ. ഇതുപോലുള്ള ചിന്തകളുമായി നടക്കുന്ന ഒരു തലയുടെ പുറത്ത് അത് കിളിച്ച് നിൽക്കുന്നത് അതിനും നാണക്കേടായിരിക്കും. അതുകൊണ്ട് അതിനെങ്കിലും ഒരു മോചനം കിട്ടട്ടെ.